നമസ്കാരം, V2 ഓട്ടോ ഡീറ്റെയിലേക്ക് സ്വാഗതം. നമ്മള് വിഷു, ഈസ്റ്റർ, റംസാൻ വെച്ചിട്ട് ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് സെറാമിക് കോട്ടിങ്ങിനും ഗ്രഫിൻ കോട്ടിങ്ങിനൊക്കെ. ഈ സെറാമിക് കോട്ടിങ് നമുക്ക് അപ്ലിക്കബിൾ ആവുന്നത് 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ മാസങ്ങളിലെ വണ്ടികൾ എടുക്കുന്നവർക്ക് ഇൻവോയ്സ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ ഓഫർ ചെയ്യുന്നത്. ഡിഫറൻസ് അനുസരിച്ച് 4 ടൈപ്പ് സെഗ്മെന്റ് വരുന്നത്: ഹാച്ച് ബാക്ക്, MUV, SUV, സെഡാൻ. ഈ സെഗ്മെന്റാണ് വരുന്നത്. നമുക്ക് ഹാച്ച് ബാക്കിനാണ് നമ്മൾ പറഞ്ഞത് 15,000 രൂപയുടെ സെറാമിക് നമ്മൾ 9,999 രൂപയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതേമാതിരി തന്നെ MUV സെഡാനും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് 12,999 രൂപയ്ക്കും. നമ്മുടെ SUV ടൈപ്പ് മോഡൽ വണ്ടികൾ നമ്മൾ 14,999 രൂപയ്ക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി 7:30 എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നോട് ചോദിച്ചത്, പുള്ളി ഗൾഫിൽ നിന്ന് വിളിക്കണേന്ന് പറഞ്ഞു. പുള്ളി എന്നോട് ചോദിച്ചു, ഞാനൊരു ഇന്നോവ ക്രിസ്റ്റ എടുക്കാൻ പോണു, അതിന് എത്രയാണ് ഇത്. ഞാൻ ആളോട് ചോദിച്ചു, എന്നാ ചേട്ടൻ വണ്ടി എടുക്കണേ? അപ്പൊ ആള് പറഞ്ഞു, മെയ് മാസത്തിലാണ് എനിക്ക് വണ്ടി കിട്ടുള്ളൂ. ഓക്കെ, ഞങ്ങളുടെ ഓഫർ ചേട്ടന് തരാം. അപ്പൊ ആ പുള്ളി എന്നോട് ചോദിച്ചു, അപ്പൊ അതിന് എത്ര രൂപയാണ് സെറാമിക് ചെയ്യണത്? ഞാൻ പറഞ്ഞു 14,999 ഞാൻ സെറാമിക് ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എടുത്തു വയ്ക്കാൻ എന്നോട് ചോദിക്കുക, അതിലെന്തെങ്കിലും കുറവുണ്ടോ? ദയവ് ചെയ്ത് ഓഫറുള്ള സാധനത്തിന് പിന്നെ അതിന്റെ മേലെ ഓഫർ ചോദിച്ചു വിളിക്കരുത്. നിങ്ങൾ വരൂ, നിങ്ങളുടെ ഇൻവോയ്സ് ആയിട്ട് വരൂ, ഞങ്ങൾ ഓഫർ തരാം. നിങ്ങൾക്ക് സെറാമിക് ചെയ്യുന്നില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. ഞങ്ങൾ കസ്റ്റമറുടെ മുന്നിൽ തന്നെ സെറാമിക് ഇട്ട് കാണിച്ചു തരാം. നിങ്ങളോട് ആരെങ്കിലും പറയണേ ഞങ്ങൾ സെറാമിക് അല്ല ചെയ്യണേ, പോളിപെർകോട്ടാണ്, വാക്സ് ആണ് ചെയ്യണേന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, റാം വെൽക്കം. നിങ്ങൾക്കൂടെ വരാം, ഞങ്ങളുടെ മുന്നിലിരിക്കാം. ഇത് ഞങ്ങളുടെ ഇവിടെ കസ്റ്റമർ ലോഞ്ച് ഉണ്ട്, ഇവിടെ ഇരിക്കാം. സെറാമിക് ഇടുന്ന ടൈമിലോ അല്ലെങ്കിൽ ഗ്രിപ്പിന് ഇടുന്ന ടൈമിലോ നിങ്ങൾ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇന്ന സെറാമിക് ആണ് ചെയ്യണ, ഇതിന് പീരിയോഡിക് സർവീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിത് എനിക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല, എല്ലാ ഡീറ്റെയിലിംഗ് ഷോപ്പുകാർക്കും വേണ്ടി കൂടി പറയുന്നത്. നിങ്ങൾക്കറിയാം, ഡീറ്റെയിലിംഗ് ഷോപ്പ് നടത്തുന്ന ആൾക്കാരെ അറിയാം, അല്ലെങ്കിൽ അതിൽ മാർക്കറ്റിംഗിൽ നിൽക്കുന്ന സ്റ്റാഫിനെ അറിയാം. ഒരാ കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ അവര് എൻക്വയറി വരാ, അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ചോദിക്കുന്നത് എന്താണ് ഡിസ്കൗണ്ട് ചെയ്യണേ. ഒരിക്കലും ഒരു കസ്റ്റമർ ചോദിക്കില്ല നിങ്ങൾ അവരുടെ പ്രൊഡക്റ്റ് എന്താണ്. നിങ്ങൾ ഇത്ര പൈസ ചെലവാക്കിയിട്ട് സെറാമിക്കോ ഗ്രഫിൻ കോട്ടിങ്ങോ PPF എന്തെങ്കിലും ചെയ്യണ്ടേ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്നിട്ട് ചോദിച്ചിട്ടുണ്ടോ ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതിന് SG സർട്ടിഫിക്കേഷൻ ഉണ്ടോ, പ്രൊഡക്റ്റിന് വാറന്റി ഉണ്ടോ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഏത് മേക്കിംഗ് ആണ്. ഈ കസ്റ്റമർ, അതായത് ഷോപ്പുകാർ പറയുന്ന സാധനം ആ പ്രൊഡക്റ്റിന്റെ വെബ്സൈറ്റിൽ ഉണ്ടോ, ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കില്ല. നിങ്ങൾ അന്വേഷിച്ചിട്ട് വന്ന് ചോദിക്കുന്നത് സെറാമിക് കോട്ടിംഗ് ഉണ്ടോ, പോവാ ഇത്ര രൂപ, എനിക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടും, ഇതാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഡിസ്കൗണ്ട് ചോദിക്കണല്ലോ. നിങ്ങളിപ്പോ വണ്ടി വാങ്ങിക്കാൻ തന്നെ പോയിപ്പോ എന്തോരം ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു. അതിന്റെ മൈലേജ് എത്ര, വാറന്റി ഫീറ്റ് എത്ര, നിങ്ങളുടെ കളർ എന്താണ്, ഇതൊക്കെ നിങ്ങൾ ചോദിച്ചില്ലേ. എന്തുകൊണ്ട് നിങ്ങൾ സെറാമിക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ PPF ചെയ്യുമ്പോഴോ പ്രൊഡക്റ്റിനെ പറ്റി ചോദിക്കാത്തത്? അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ എത്ര ടൈപ്പ് പ്രൊഡക്റ്റ് ഉണ്ട്, അതായത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള സെറാമിക് ഉണ്ടോ, ആ സെറാമിക്കിന് ഇപ്പൊ വില കുറവിന്റെ സെറാമിക് ഉണ്ടോ, വില കൂടുതൽ സെറാമിക് ഉണ്ടോ, ഈ സെറാമിക്കുകൾക്കൊക്കെ എന്താണ് ഡിഫറൻസ്, എന്താണ് അതിന്റെ ഹാർഡ്നെസ് ലെവല്, എന്താണ് ഗ്ലോസി, എങ്ങനെയാണ് അതിന്റെ ഗ്ലോസി ലെവല് വരുന്നത്, ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് എത്രയാണ്, സ്ക്രാച്ച് റെസിസ്റ്റൻസ് എത്രയാണ്. ഇത് ഏതെങ്കിലും ഒരു സെറാമിക് ചെയ്ത കസ്റ്റമർക്ക് അറിയോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ, അവര് നിങ്ങൾക്ക് വാറന്റി കാർഡ് തന്നിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് ഡിസ്കൗണ്ട് ചോദിക്കണേ. ഇതുകൊണ്ടാണ് ഒരുവിധം എല്ലാ ഡീറ്റെയിലിംഗ് ഷോപ്പുകാരും ചെയ്യുന്നത്, ഒരു റേറ്റ് പറഞ്ഞിട്ട് അവര് ഡിസ്കൗണ്ടിലേക്ക് വരുന്നത്. ഡിസ്കൗണ്ടിലേക്ക് വരുമ്പോൾ പ്രൊഡക്റ്റിൽ വ്യത്യാസം വരും. ലോക്കലിൽ ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് കിട്ടാറുണ്ട്. നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, ചീത്ത പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ അതിലേതെങ്കിലും ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് തരും. എന്റെ അടുത്ത് തന്നെ ഒരു എത്ര കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം, ഞങ്ങൾ സെറാമിക് ചെയ്തു, ഞങ്ങൾക്ക് ആ എഫക്ട് കിട്ടണില്ല. അവര് ഞങ്ങളോട് 35,000 പറഞ്ഞു, 20,000 ചെയ്തു തന്നു, 10,000 ഡിസ്കൗണ്ട് തന്നു. സോ പ്രൊഡക്റ്റ് തന്നെയാണ് അതിൽ വ്യത്യാസം. പ്രൊഡക്റ്റ് മാറുന്നതിനനുസരിച്ച് സെറാമിക്കിൽ വ്യത്യാസം വന്നു, ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡിസ്കൗണ്ട് ചോദിക്കുന്നതിന് മുമ്പാട് അതിലെ പ്രൊഡക്റ്റ് എന്താണ്, ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ വണ്ടീനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആലോചിക്കുക. കാശ് കൊടുത്ത് നിങ്ങളെ വണ്ടി വാങ്ങിച്ചേക്കണത് അതിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ നിങ്ങൾ വീണ്ടും കാശ് കൊടുത്തിട്ട് പ്രൊട്ടക്ട് ചെയ്യിപ്പിക്കണത്. അപ്പൊ ആ പ്രൊട്ടക്ഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ പെയിന്റ് ഫെയ്ഡ് ആവാം, സ്ക്രാച്ച് പ്രൂഫ് ആയിരിക്കില്ല, വെറുതെ ഒരു തിളക്കം മാത്രമായിട്ട്. അതിനേക്കാൾ ഭേദം നിങ്ങൾ വാക്സ് ചെയ്യുന്നതാണ്. സെറാമിക് ചെയ്യുന്നതിന്റെ യാതൊരു എഫക്റ്റും നിങ്ങളുടെ വണ്ടിക്ക് ഉണ്ടാവില്ല.